സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ കണ്ടത് അഷ്ടാംഗയോഗ അനുഷ്ഠാനത്തിൽ ശരീരാരോഗ്യത്തിന് വേണ്ടിയിട്ട് കവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യവും ആരോഗ്യം ഉണ്ടെങ്കിലേ നടക്കൂ. ഭഗവാനെ ഭജിക്കണമെങ്കിലും വേണമല്ലോ ആരോഗ്യം. അപ്പോൾ ഭഗവാനെ ഭജിക്കാനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് ഈ അഷ്ടാംഗയോഗ അനുഷ്ഠിക്കൽ. അപ്പോൾ അതിനും വേണം ആരോഗ്യം. അങ്ങനെ ആരോഗ്യത്തെ ചോദിച്ചുകൊണ്ട് തുടങ്ങി യമം, നിയമം, ആസനം, ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിയമങ്ങൾ നടത്തിയാലേ നമുക്ക് യമം, ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാവുള്ളൂ. നിയമം മാർഗവും യമം ലക്ഷ്യവും ആണെന്ന് പറഞ്ഞു. ആസനാദികൾ ശീലിക്കുക. മയൂരാസനം, കാകാസനം, പന്നകാസനം മുതലായ വിവിധ ആസനങ്ങളിൽ കൂടെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ കൂടെ പഠിച്ച യോഗ ശീലിച്ചു കൊള്ളാം എന്ന് യമം, നിയമം, ആസനം. യമവും നിയമവും ആസനവും പ്രാണായാമം മുതലായിട്ടതാണ് ഇനി അടുത്ത ശ്ലോകം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രകൃത്യാത്മകേ ബബദുപാസനോന്മുഖ. ഇവിടെ പറയണം, ഈ ആസനം, യമം, നിയമം, ആസനം മുതലായിട്ടത് കഴിഞ്ഞതിന് ശേഷം പ്രാണായാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രാണായാമം, പ്രത്യാഹാരം, ഈ രണ്ടെണ്ണം ഇതിൽ പറയുന്നു. ഇപ്പം താരമന്തരുണു ചിന്ത്യ സന്തതം. താരം എന്ന് പറയുമ്പോൾ ഓങ്കാരം അല്ലെങ്കിൽ പ്രണവം എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് ഈ താരം. ഓങ്കാരം, പ്രണവം എന്നുള്ളതിൻ്റെ വേറൊരു വാക്ക് എന്ന് പറയാം. അപ്പോൾ ആ പ്രണയം, ഓങ്കാരം ജപിക്കുക എന്നുള്ളത് സാധനാനുഷ്ഠാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഓങ്കാരം ജപിക്കുക, അത് വളരെയധികം അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആ, ഉ, മ എന്നീ മൂന്നക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഓങ്കാരം ആവുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ സമാധി കിട്ടിയിട്ടുള്ള ഒരു സമയത്ത് ചെല്ലേണ്ടതാണ് എന്നും വളരെയധികം മനസ്സ് ഏകാഗ്രമാക്കി ചെല്ലേണ്ടതാണ് എന്നും അറിവുള്ളവർ പറയുന്നു. തോന്നും പോലെ ജപിക്കാനുള്ള ഒന്നല്ല ഓങ്കാരം. തോന്നുമ്പോഴൊക്കെ ഓങ്കാരം ജപിക്കുക, തമാശയായിട്ട് ഓങ്കാരം പറയുക, ഇങ്ങനെയൊന്നും ഓങ്കാരം ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് പണ്ടത്തെ ബ്രാഹ്മണർ മാത്രമേ പാടൂ എന്ന് പറഞ്ഞ ജാതീയതയല്ല അവിടെ വരുന്നത്. അതിൻ്റെ നിഷ്ഠയോട് കൂടിയിട്ടുള്ളവർക്കേ പാടൂ. പണ്ട് അതിൻ്റെ നിഷ്ഠയുള്ളത് അത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അത് ജാതിക്ക് ശരിക്കും അങ്ങനെ ഇല്ല. ജാതി എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർഹത അല്ലെങ്കിൽ മെറിറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഓം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു അക്ഷരം മാത്രമല്ല. എല്ലാറ്റിൻ്റെ മുമ്പിലും അത് ചേർക്കുന്നത് വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഓങ്കാരം. അതിനെപ്പറ്റി മനസ്സിലാക്കാനുണ്ട്. നമ്മൾ വെറുതെ വിചാരിക്കുന്ന പോലെ ഒരക്ഷരമോ ഒന്നുമല്ലാതെ എല്ലാ മന്ത്രത്തിൻ്റെ മുമ്പിൽ ഓങ്കാരം ചേർക്കുമ്പോൾ വളരെ ശക്തി വരുന്നു. അതാണ് ഓം ശ്രീകൃഷ്ണായ നമ, ഓം കമലാനാഥായ നമ, ഓം വാസുദേവായ നമ, ഓം സനാതനായ നമ. ഭഗവാന്റെ നാമങ്ങളാണ് ശ്രീകൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ, സനാതനായ നമ എന്ന് പറഞ്ഞാൽ പോരെ. ഓങ്കാരം കൂട്ടണമെന്തിനാ? ഓങ്കാരം ഏത് മന്ത്രത്തിൻ്റെയും ശക്തി അല്ലെങ്കിൽ ഫലം വളരെ ഇരട്ടിയാക്കുന്നു, വളരെയേറെ ഇരട്ടി ആക്കണു. അപ്പോൾ അത് നിസ്സാരമാണോ? അല്ല. അപ്പോൾ ഓങ്കാരം നമ്മൾ ജപിക്കണം എന്നർത്ഥം. അപ്പോൾ സത്സംഗമൊക്കെ തുടങ്ങുമ്പോൾ അറിവുള്ളവരെപ്പോഴും ഓം എന്ന് ഓങ്കാരം 3 പ്രാവശ്യം ജപിച്ചിട്ടാണ് തുടങ്ങുക. ഓം 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 എന്ന് പറഞ്ഞ് ഗുരുവിനെ വന്ദിക്കുക. അതോട് കൂടിയിട്ടാണ് തുടങ്ങുക. അഖണ്ഡമണ്ഡലാകാരം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, അങ്ങനെയാണ് തുടങ്ങണതും. അഖണ്ഡമണ്ഡലാകാരം തുടങ്ങണതും വളരെ വ്യത്യാസമുണ്ട്. 3 ഓങ്കാരം അവിടെ ജപിക്കുമ്പോൾ തന്നെ ഒരു വലിയ തരംഗം അവിടെ ഉണ്ടാവണം. എന്നിട്ട് ഗുരുവന്ദനം,
ഇഷ്ടദേവതാവന്ദനം, അങ്ങനെയൊക്കെയാണ് സത്സംഗം ആരംഭിക്കുക, അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കുക വേണ്ട. അപ്പോൾ ഈ ഓങ്കാരത്തിന് വലിയൊരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കണമെന്ന് പറയണം. അപ്പോൾ അതവിടെ താരം ആ വാക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക? അപ്പോൾ ആ ഓങ്കാരത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവും ഉള്ളൊരു അനുഷ്ഠാനമാണ് ഈ ഓങ്കാരം മാത്രം ജപിക്കലാണ് പല യോഗികളും ചെയ്യൽ എന്നാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പം താരം അന്തരം അനുചിന്യ, ഇടതടവോ മുറിവോ ഇല്ലാത്ത വിധം ഈ ഓങ്കാരത്തെ മനസ്സിൽ സ്മരിക്കുന്നതിനാണ് താരം എന്ന് പറയുക. താരം എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമാ താരം എന്നും ആകാശത്തിലെ നക്ഷത്രമായിട്ടുള്ള താര എന്നും പല അർത്ഥമുണ്ട് താരത്തിന്, ഇല്ലേ? താരം താരകം എന്നൊക്കെ പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം ഓങ്കാരമാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ സമയത്താണല്ലോ ഓരോ അർത്ഥം വരിക. അപ്പോൾ എന്താണ് താരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓങ്കാരം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. താരം എന്ന വാക്കിൻ്റെ അർത്ഥത്തിലത്തെ ഒന്നാണ് ഓങ്കാരം. അത് തന്നെയാണ് നക്ഷത്രം ആവുന്നത്. ഒരു താരം ആയി തീരുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന സംഗതി, സ്റ്റാർ എന്നുള്ള അർത്ഥത്തിലും താരം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മലയാളത്തിൽ. മലയാളത്തിലേ കേട്ടോ. സംസ്കൃതത്തിൽ താരം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗർ എന്നുള്ള അർത്ഥം വരുന്നില്ല. നക്ഷത്രം എന്ന് വരുന്നുണ്ട് താരം, ഓരോ ഇതൊക്കെ വരും. അല്ലാണ്ട് ഈ താരം ഓങ്കാരം അന്തരം അനുചിന്യ സർവതം, സന്തതം സദാ ഈ ഓങ്കാരത്തെ ഞാൻ ചിന്തിച്ചുകൊണ്ട്, അനുചിന്യ സന്തതം അനുചിന്യ എല്ലായ്പ്പോഴും ഓങ്കാരം ജപിച്ചുകൊണ്ട്, കഴിയുന്നത്ര ജപിക്കാം, കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കണം. അത്രത്തോളം ബലമാണ് ഈ ഓങ്കാരത്തിന്. അധികസ്യ അധികം ബലം എന്നാണ്. എത്ര പ്രാവശ്യം ചെല്ലുമോ അത്രയും ഗുണം. അപ്പോൾ ഓരോ മന്ത്രത്തിൻ്റെ മുമ്പിലും അത് കൂട്ടുമ്പോൾ അത്രയും ഓങ്കാരം ചെല്ലിയ ഗുണം കിട്ടും. വേറൊരു മന്ത്രം അതിനുശേഷം ചെല്ലിയില്ലെങ്കിൽ ഇവിടെ വെറും ഓങ്കാരത്തിന് തന്നെ ശക്തിയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വയം അന്തഹ, ഞങ്ങൾ ഉള്ളിൽ, താരം ഈ ഓങ്കാരത്തെ സന്തതം അനുചിന്യ എല്ലായ്പ്പോഴും ധ്യാനിച്ചിട്ട് അല്ലെങ്കിൽ ചെല്ലിയിട്ട്, മനസ്സിൽ ചെല്ലുന്നതിനാണ് ധ്യാനിക്കുക എന്ന് പറയുക. പിന്നെ എന്താ ഉണ്ടാവുക? പ്രാണവായും അപിയമ്യ നിർമ്മലാഹ, ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട്, നിർമ്മലാഹ മനസ്സ് ചിത്തം ശുദ്ധമാക്കിയിട്ട്, നിർമ്മലാഹ കാമക്രോധാദികൾ മുതലായിട്ടതേ നീക്കിയിട്ട് ശുദ്ധമായിട്ടുള്ള മനസ്സാക്കുക, പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട് എന്നർത്ഥം. എങ്ങനെയാണ് ഈ പ്രാണവായുവിനെ നിയന്ത്രിക്കുക? അതാണ് പ്രാണായാമം എന്ന് ഇന്നലെ സംഗതി വെച്ചാൽ പറഞ്ഞത്. ഒരു നാസികാദ്വാരത്തിൽ കൂടെ ശ്വാസം വലിച്ചെടുത്ത് മറ്റത് അടയ്ക്കണം. അത് അതിൻ്റെ ഇരട്ടി സമയം ശ്വാസകോശത്തിൽ നിർത്തി ഏതൊന്നാണോ അടച്ചത് അത് തുറന്ന് നേരത്തെ വലിച്ചെടുക്കാത്തതായ നാരത്തിൽ കൂടെ പുറത്തേക്ക് വിടുക. ഇതായാൽ ഒരു പ്രാണായാമം. പിന്നെ അതിൻ്റെ തിരിച്ച് ചെയ്യുക. നേരത്തെ ഏതിൽ കൂടെ ആണോ വായു വലിച്ച് അത് കൂടെ അല്ലാത്തത് കൂടെ വലിച്ചെടുക്കുക. നേരത്തെ വലിച്ചത് കൂടെ അല്ലാത്ത നാസികാദ്വാരത്തിൽ കൂടെ മറ്റേ നാസികാദ്വാരത്തിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ടോ നേരത്തെ വലിച്ചെടുത്തതിൽ കൂടെ പുറത്തേക്ക് വിടുക. നേരെ വിപരീതം ചെയ്യുക. അത് ഈ വലിച്ചെടുത്തതിൻ്റെ ഇരട്ടി സമയം ശ്വാസകോശത്തിൽ നിർത്തും വേണം. ഇത്ര സെക്കൻഡ് എന്നൊക്കെ അതിന് കണക്കുണ്ട്. പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. നമുക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമുക്കേ അറിയില്ല, പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതിനാണ് പ്രാണായാമം. അതുകൊണ്ട് എന്താണ് ഗുണം? മനസ്സും ശരീരവും നിർമ്മലമാവും. ശരീരം എങ്ങനെയാണ് നിർമ്മലമാവും? കഫാദി ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവും എന്നാണ്. ഈ ഞരമ്പിൻ്റെ ഉള്ളിലൊക്കെ ഈ കഫം ഉണ്ടാവുക, കഫം പലതരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇതൊക്കെ ശരിയായിട്ടുള്ള ഇത്തരം പ്രാണായാമം ശീലിക്കുന്നവർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടാവും എന്നർത്ഥം. അതിനെ ശരീരത്തിൽ വരാതെ കഴിക്കാനുള്ള ശക്തി പ്രാണായാമം. അങ്ങനെ അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഉള്ള സൗകര്യം കുറവാണ്. എന്തെങ്കിലും പച്ചമരുന്ന് കാട്ടിൽ കിട്ടി എന്നല്ലാണ്ട് പണ്ട് ഇതേപോലെ ഡോക്ടറോ അല്ലെങ്കിൽ വിക്സ് ഇൻഹെയിലറോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടാനില്ലല്ലോ, മരുന്നുകളൊന്നേ. അപ്പോൾ വന്നാൽ ബുദ്ധിമുട്ടായി, വരാതെ കഴിക്കാൻ മാത്രമേ അവർക്ക് വഴിയുള്ളൂ. അപ്പോൾ പ്രാണായാമം ഒരു പരിധി വരെ, നല്ലൊരു ശതമാനം വരെ രോഗത്തെ ചെറുക്കാൻ നമുക്ക് കഴിവുണ്ടാക്കി തീരുന്നു. പ്രാണവായും അപിയമ്യ നിർമ്മലാഹ, പ്രാണവായുവിനെ ജയിക്കുക. അതായത് ഈ ശാസ്ത്രജ്ഞന്മാർ പറയണത് നമ്മുടെ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ആയിരിക്കുന്ന ആ ഒരു അനുപാതം, ഒന്ന് വേഗം പിടിക്കുന്നതിന് മെല്ലെയാണ് പുറത്തേക്ക് വിടുന്നത്. ഉള്ളിലേക്ക് എടുക്കുന്ന അതേ വേഗത്തിലല്ല പുറത്തേക്ക് വിടുന്നത്. ആ ഒരു ക്രമം എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ക്രമം പാലിച്ചിട്ട് ഒരാൾ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള അയാൾ 100 വർഷം ജീവിക്കുന്നതാണ്. എത്ര വേഗതയിൽ
വലിച്ചെടുക്കണോ അത്രയും വേഗത്തിൽ വലിച്ചെടുത്ത് അതിൻ്റെ ഇരട്ടിയറ്റ മെല്ലെ പുറത്തേക്ക് വിടാൻ പാടും. അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാൽ ഒരാൾക്ക് 100 കൊല്ലം ആയുസ്സുണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും പലരും അത് കൃത്യമായിട്ടല്ല ചെയ്യണത്. അതുകൊണ്ടാണല്ലോ 100 കൊല്ലം ജീവിച്ചിരിക്കാത്ത ഒരുപാട് ആളുകൾ. അത് താനെ അങ്ങനെ ആവും ചെയ്യാം, നിയന്ത്രിച്ച് പഠിച്ചിട്ട് അങ്ങനെ ആക്കും ചെയ്യാം. ചിലക്ക് തന്നെ അങ്ങനെ ആവും. പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയാണ് അത് വരിക. പക്ഷെ പ്രാണായാമം ചെയ്യണ ആ ഒരു കൃത്യനിഷ്ഠ വരില്ല. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരാളുടെ ആയുസ് 100 കൊല്ലമാണ്. അത് കൃത്യമല്ലാത്തത് കൊണ്ടാണ് ആയുസ്സിൽ കുറവ് വരുന്നത്. ആരോഗ്യവാന്മാരുടെ കാര്യത്തിൽ കേട്ടോ, രോഗമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണമെന്ന് ഇതിൽ പെടില്ല. സാധാരണ ഒരാൾ മരിക്കണമെന്ന് പറഞ്ഞാൽ 100 കൊല്ലം ജീവിക്കും. യഥാർത്ഥത്തിലാണ് ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശരിയായ അളവിലാണെങ്കിൽ എന്നർത്ഥം. ആണ് ഗീതയിൽ പ്രയോഗമുണ്ട്, പ്രാണായാമോ സമോ കൃത്യ നാസാഭ്യന്തരചാരിണൗ. യോഗ പ്രാണായാമ ചെയ്യാത്ത സമയത്ത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ചെയ്യണ കാര്യം പോട്ടെ, വ്യത്യാസമുണ്ട്. അകത്തേക്ക് എടുക്കണ വേഗതയിലല്ല പുറത്തേക്ക് വിടണത്. സാധാരണ ഒരേപോലെ ആണ് എന്നാണ്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കണതും പുറത്തേക്ക് വിടുന്നതും ഒരേ വേഗതയിലാണ്. അത് വ്യത്യാസം വരരുത്. ഉള്ളിലേക്ക് എടുക്കണം അതേ വേഗതയിലാവണം പുറത്തേക്ക് വിടുക. അതാണ് സമൂകൃത്വ, സമീകരിക്കപ്പെട്ട ഒരാൾ. നാസാഭ്യന്തരചാരിണൗ, അയാളുടെ ആയുസ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കൃത്യമല്ലാണ്ടാവുക? ദേഷ്യം വരുമ്പോൾ, ആകാംക്ഷ വരുമ്പോൾ, ശ്വാസോച്ഛ്വാസം, ദേഷ്യം വരുമ്പോൾ, ആകാംക്ഷ കൊണ്ട്, ഉത്കണ്ഠ കൊണ്ട് ഒക്കെ വ്യത്യാസം വരും. നമ്മുടെ ശരീരത്തിൽ പലതും കോൺസ്റ്റൻ്റ് അല്ല. പൾസ് നോക്കുമ്പോൾ പലരുടെ പൾസും പല സമയത്ത് പല പോലെയാണ്. അപ്പോൾ പൾസ് നോക്കണ സാധനമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. കോവിഡ് കാലത്ത് അത് അധികം പ്രചാരത്തിൽ വന്നത്. 100-200 രൂപ കൊടുത്ത് നമ്മുടെ പൾസ് റേറ്റ് അതിൽ നോക്കിയാൽ ഓരോ സമയത്തുള്ള പൾസ് റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ആകുലപ്പെട്ടാൽ ആ പൾസ് റേറ്റ് വ്യത്യാസപ്പെടുന്നതായിട്ട് കാണാം. രോഗമൊന്നും ഉണ്ടാവണ്ട, ആസ്മയും വേണ്ട, രോഗവും വേണ്ട, ഒന്നും വേണ്ട. ഭയം ഉണ്ടാവുക, ആകാംക്ഷ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സന്ദർഭം, ദേഷ്യം വരിക, ഒക്കെ ഈ പൾസ് റേറ്റ് മാറും. അവിടെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചലനവും ആരോഗ്യത്തിൻ്റെ പ്രവർത്തനവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ശ്വാസോച്ഛ്വാസം അടക്കം മാറും. ദേഷ്യപ്പെട്ട ഒരാളുടെ ശ്വാസോച്ഛ്വാസം ആവില്ല, അയാൾ തന്നെ ദേഷ്യപ്പെടാതിരിക്കുമ്പോൾ മാറുന്നു. ശ്വാസോച്ഛ്വാസത്തിനെ, ഹൃദയതാളത്തിനെ എല്ലാം, ബീറ്റ് റേറ്റ് എല്ലാം ബാധിക്കുന്നതാണ് ഇത്. ബീറ്റിംഗ് റേറ്റൊക്കെ വ്യത്യാസപ്പെട്ട് കാണും ദേഷ്യപ്പെടുമ്പോൾ. അപ്പോൾ അവിടെ ദേഷ്യപ്പെടാൻ ആർക്കാ ദോഷം? ദേഷ്യപ്പെടുന്നവർക്കാണ് ദേഷ്യം. ആരോട് ദേഷ്യപ്പെട്ടു അയാൾക്കല്ല. നമ്മൾ ചുണ്ടിയെടുത്താൽ നമുക്കാണ് അതിൻ്റെ ദോഷം വരിക. അതുകൊണ്ടാണ് ദേഷ്യത്തെ നിഷേധിച്ചത്. അല്ലാതെ സാത്വികമാവാനോ ശാന്താവാനോ മാത്രമല്ല. ദേഷ്യത്തെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം, ക്രോധ മത ലോഭങ്ങൾ. ക്രോധം ഏറ്റവും നമ്മുടെ ശത്രുവാണെന്ന് പറയാൻ കാരണം ആയുസ് കുറയ്ക്കുമ്പോൾ തന്നെ. സ്ഥിരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് 100 കൊല്ലം ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എപ്പോഴും ചുണ്ടിയെടുക്കണവർക്ക്. അതേസമയത്ത് ദേഷ്യത്തെ ഒതുക്കണവർക്കും പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തെ ഒതുക്കണേക്കാൾ നല്ലത് അതൊരു നിലയ്ക്ക് പ്രകടിപ്പിക്കുകയാണ് എന്നൊരു വാദമുണ്ട്. അപ്പോൾ ഏതാ ശരി അത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ആ പറഞ്ഞാൽ അതോടുകൂടിയാണ്ട് കഴിഞ്ഞു. ഇതിനെ ഒതുക്കിയാൽ പ്രശ്നമാണെന്ന് ചിലർ പറഞ്ഞു. എന്തായാലും ഒന്ന് നമുക്ക് എടുത്താൽ മതി. മനസ്സിൻ്റെ താളം ശരീരത്തിൻ്റെ താളത്തെ വളരെ ബാധിക്കുന്നു. ശരിയാണ്, അതിന് തർക്കമില്ല. മനസ്സിൻ്റെ താളം ശരീരത്തിൻ്റെ താളത്തെ വളരെയേറെ ബാധിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നർത്ഥം. അപ്പോൾ ആ പ്രാണായാമം, ശ്വാസത്തിൻ്റെ ആ രീതി ഒരേപോലെ എങ്ങനെയായാൽ ശരിയാവുമോ അങ്ങനെ ആക്കാനാണ് പ്രാണായാമം ശീലിക്കുന്നത്. പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ എന്ന് പറഞ്ഞു ഇവിടെ. പ്രാണവായുവിനെ യഥാർത്ഥ രീതിയിൽ ആക്കി തീർത്തിട്ട് നിർമ്മല ഹൃദയത്തോടു കൂടി ആയിത്തീരുന്നു. കാമക്രോധാദികളില്ലാത്ത ഹൃദയത്തെയാണ് നിർമ്മല ഹൃദയം എന്ന് പറയുന്നത്. ആസനം, യമം, നിയമം, ഈ 3 പാലിച്ചിട്ട് നമ്മൾ ഓങ്കാരത്തിലേക്ക് വന്നു. പ്രാണായാമത്തിൽ പ്രാണവായും അഭിയമ്യ നിർമ്മല. ഇപ്പം 4-മത്തെയാണ് പ്രാണായാമം. യമോ നിയമം ആസനവും മുമ്പത്തെ ശ്ലോകത്തിൽ. ഇവിടെ പ്രാണായാമം, പ്രാണവായും അഭിയമ്യ നിർമ്മല. ഇന്ദ്രിയാണി വിഷയാത്
അഥ അപഹൃത്യാത്മകേ ഭവതു ഭാസനോന്മുഖ. അടുത്ത ഘട്ടം പ്രത്യാഹാരം. എന്താണ് പ്രത്യാഹാരം? ഏതൊരു ഇന്ദ്രിയങ്ങൾ ഏതേത് വിഷയത്തിൽ പോകുന്നുവോ അതിൽ നിന്ന് നിവർത്തിക്കുക. അതിനെയാണ് നമ്മൾ പ്രത്യാഹാരം എന്ന് പറയുക. ഇന്ദ്രിയാണി വിഷയാത് അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ. ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ വിഷയങ്ങളോട് ചേരാൻ താല്പര്യം. കണ്ണിന് എന്തെങ്കിലും കാഴ്ച കിട്ടണം, മൂക്കിന് എന്തെങ്കിലും മണക്കണം, ചെവിക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കണം. അവിടെ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടൊന്ന് വെച്ച് നോക്കാം, ഒന്നുമില്ലെങ്കിൽ മൊബൈലത്തെ പാട്ടെങ്കിലും കേൾക്കാം. ചെവിക്ക് ആവശ്യം എന്താണ്? ശ്രവണം, എന്തെങ്കിലും കേൾക്കുക. ത്വക്കിനാണെന്ന് വെച്ചാൽ സ്പർശശക്തി, നാവിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കണം. ഒരു ചായ കുടിച്ചാലോ, എന്നാൽ പോവുക. അപ്പോൾ എന്താ കഴിക്കണം? ഈ ചായയുടെ സൗകര്യം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ചായയും വേണ്ട, കഴിക്കാനും ഒന്നും വേണ്ട. വണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിലേ നിർത്തി അതിൻ്റെ സൗകര്യം കിട്ടിയപ്പോഴാണ് ഒരു ചായ കുടിക്കാൻ തോന്നിയത്. അധികം ആൾക്കും അങ്ങനെയാണ്. അത്ര ചായ ഉള്ളത് കൊണ്ടാണ് ചായ കുടിക്കുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് വേണം തോന്നും, പക്ഷെ അധികം ആൾക്കാർക്കും സൗകര്യം കാണുമ്പോഴാണ് ടെൻഡൻസി ഉണ്ടാവണം. അപ്പോൾ അത് ആവശ്യമുണ്ടോ ശരിക്ക്? എന്നാൽ ഒരു ചായ കുടിക്കുക എന്നാണ്. ഉണ്ടെങ്കിൽ നേരം പോകണമില്ല. അതുകൊണ്ട് ഇപ്പോൾ നേരം മുഴുവൻ പോവുമോ ചായ കുടിച്ചോണ്ട്? നമ്മുടെ വിചാരം എങ്ങനെയാണ്? 24 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറൊക്കെ ഒരു ചായ കുടിച്ചാൽ പോകുന്ന പറയുന്നത് കേട്ടാൽ തോന്നുക. ഒന്നും പോവില്ലല്ലോ. അത് നമ്മുടെ ഒരു ടെൻഡൻസിയാണ്. എന്ത്? നാവിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ ആവശ്യമില്ലാതെ ഒരു ഇന്ദ്രിയത്തിനും ഒന്നും കൊടുക്കരുത്. ആവശ്യത്തിനൊക്കെ കൊടുക്കാം. അനാവശ്യമായിട്ട് ഒരു നേരം പോക്ക് പോലെ ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് ശീലിപ്പിച്ചാൽ അത് ശീലമാവും ചെയ്യും. ഓരോന്നൊക്കെ നമുക്ക് ആ സമയത്തെത്തിയാൽ വേണമെന്നും തോന്നും. ഇതൊക്കെ പിന്നീട് രോഗകാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒന്നും ശരീരത്തിനെ ശീലിപ്പിക്കാതിരിക്കുക. മനസ്സ് പോയാലും അതിനെ ഇങ്ങോട്ട് തന്നെ നിവർത്തിക്കുക. വണ്ടിയിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് വണ്ടിയിൽ പോയിരുന്നല്ലോ കുറച്ച് കാലം. ഈ വടയുടെ മണം കേൾക്കുമ്പോഴാണ് ഒരു വടയാവാൻ നമുക്ക് തോന്നണം. അതുവരെ ഇല്ല കേട്ടോ, അങ്ങനെ ചിന്തയില്ല. കഴിയുന്നതും ഒഴിവാക്കല പതിവ്. പക്ഷേ ഈ തൊണ്ട വരണ്ടിട്ടും യാത്ര ചെയ്തിട്ടും വേനൽക്കാലത്തൊക്കെ ആകുമ്പോഴേ കാപ്പിയുടെ മണവും വടയുടെ മണവും ആ പറയിലൊക്കെ പാടാണ്ട് കേൾക്കുമ്പോൾ ഒരു വടയായിക്കോട്ടെ എന്ന് തോന്നില്ലേ? ആലോചിച്ചു. അതിന് സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് വേണം തോന്നുമോ? എന്താ ചെയ്യാൻ ഉണ്ടാണ്ടിരിക്കുന്നേ? അപ്പോൾ ഇത് നമ്മുടെ ആവശ്യവുമായിട്ട് ബന്ധമില്ല എന്ന് ഓർക്കുക. മൂക്കിന് ആ ഗന്ധം കേൾക്കുമ്പോഴാണ് വേണം എന്ന തോന്നലുണ്ടാവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നിയന്ത്രിക്കണം. വച്ചാൽ അത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ദിവസം ഒരു വട കഴിച്ചു എന്ന് വയ്ക്കുക. ഒരു മാസം എത്ര വടയായി? 30 വടയായി. 2 വട കഴിച്ചാലോ 60 വടയായി. ഞാൻ 3 വട വരെ തിന്നുന്ന ആളെ കണ്ടിട്ടുണ്ട്, 3, 4 ഒക്കെ. അതൊക്കെ ഒന്ന് മാസത്തിൽ കണക്കാക്കി വെക്കൂ. അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? കണക്കാക്കണോ? വേണം. കാരണം ഈ കഴിച്ച ഭക്ഷണമൊന്നും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് മുഴുവൻ പോവാതെ ഇതിൽ അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ 2 വട ദിവസേന കഴിക്കുന്ന ഒരാൾക്ക് 60 വട എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ആണത്. ആവശ്യമില്ലാത്ത കൊഴുപ്പോ കൊളസ്ട്രോളോ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നു ദിവസേന ശീലിക്കുമ്പോൾ. ഒരു ദിവസം കഴിയുമ്പോൾ ശീലം വരുന്നു. അങ്ങനെ നമ്മളൊന്നിനും അടിമപ്പെടരുത്. ഈ ചായ അടക്കം നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ചായ ഇല്ലല്ലോ. ചായ കോഫി ഇത് ഈ യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നത് അത്രയും. നമ്മുടെ രാജ്യത്ത് ചായ ഇല്ല. ആദ്യം തത്തോടുള്ളവരാച്ചാൽ പാല് കുടിക്കുക, അല്ലച്ചാൽ വെള്ളം മാത്രം കുടിക്കുന്ന, അല്ലാണ്ട് ചായ എന്നൊരു ഏർപ്പാട്. ഒരാൾ വന്നാൽ ചായ കൊടുക്കില്ല ഭാരതത്തിൽ. ആദ്യം ഒന്നും കൊടുക്കില്ല. പച്ച വെള്ളമോ പാലോ, ഇഷ്ടാതിഥി അച്ഛ പാല് കൊടുക്കും. അപ്പോൾ അത് ശരീരത്തിന് കേടില്ല, പാല് കുടിച്ചിട്ട് കേട് വരില്ല. പക്ഷേ ഈ ചായ അനാവശ്യമാണ്, കാപ്പി അതിലേറെ അനാവശ്യമാണ്. ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ശീലിച്ചതായിട്ടുള്ള ഭക്ഷണശീലം കൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ ശീലിക്കുന്നു. അതിൽ നിന്ന് നിവർത്തിക്കണം എന്നാണ് പറയുന്നത്. ആത്മീയത്തിൽ നമ്മുടെ കൂടെയൊക്കെ ഈ വായിക്കാനൊക്കെ ഒരുപാട് ആളെ ഞാൻ കണ്ട് ചായ കുടിക്കുക, എനിക്ക് ചായ വേണ്ട കേട്ടോ, ചായ കുടിക്കില്ല. അയാൾ ചായയെ ഒഴിവാക്കാൻ ശീലിച്ചു, ചായ വേണ്ട എന്ന് പറയും. നല്ല ഒരു സമ്പ്രദായമാണ്. കാരണം അത് വേണ്ട വെച്ചുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അതിലൊഴിക്കണ പാലിൽ ശേഷം വെള്ളം കൂട്ടി കഴിക്കുക നല്ലത്. അത് ശരീരത്തിൽ കുറച്ചെങ്കിലും ഗുണം ചെയ്യും. കുറച്ചേലും വെച്ചാലും. ചായ ഒരു ഇൻടോക്സിക്കൻ്റാണ്. ഇങ്ങനെ ഉദാഹരണം പറഞ്ഞല്ലോ, ചായയായിട്ടും കാപ്പിയായിട്ടും നമ്മുടെ ഭക്ഷണശീലത്തിൽ ഒരുപാട് നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട്. ഇപ്പം മിക്സ്ചർ, ചിപ്സ്, ഇതൊക്കെ ചായയ്ക്ക് ആവശ്യമുണ്ടോ? സത്യത്തിൽ ചായന് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് അതിലുള്ള കൊഴുപ്പോ എണ്ണ, അതിൻ്റെ അംശങ്ങൾ, ഉപ്പ്, അതൊക്കെ അധികമായിട്ടാണ് നമുക്ക് BP കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം 2 നേരത്തെ ആഹാരം മാത്രമേ നമുക്ക് വേണ്ടൂ സത്യത്തിൽ. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമ്മുടെ ഭാരതത്തിൽ പണ്ടില്ലാത്ത സിസ്റ്റമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല.
അങ്ങനെ സംഗതിയില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശീലിച്ചു. ഈ പറഞ്ഞ പോലെ ഒന്ന് കണക്കാക്കി നോക്കുക, 5 ഇഡ്ഡലി ഒരു ദിവസം കഴിച്ചാൽ 150 ഇഡ്ഡലിയാണ് ഒരു മാസം ശരീരത്തിലെത്തണം. ഇത് മുഴുവന് പോവില്ല, അക്യുമുലേറ്റഡ് ആവും. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുള്ള ഓരോരോ ശീലങ്ങൾ നമ്മൾ വരുത്തി കൂട്ടുന്നതിന് പകരം ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. വേണ്ടത് പലതും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം എന്ന് ഇന്നത്തെ കാലത്തും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണു. അതാരും ചെയ്യണമില്ല. എന്നാൽ നന്നായിരുന്നു. നല്ല വെള്ളം തിളപ്പിച്ച് ആരോഗ്യത്തിന് വിരോധമല്ലാത്ത വെള്ളമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശീലിച്ച് വെച്ചാൽ അതുകൊണ്ടൊരു ദോഷം നമുക്കുണ്ടാവില്ല. വളരെ ഏറ്റവും ദോഷമുള്ള യൂരയാത്രയ്ക്ക് പോകുമ്പോൾ അധികം മൂത്രമൊഴിക്കണം എന്ന് തോന്നും. വേറെ കുഴപ്പമൊന്നും അതുകൊണ്ടില്ല, അത് വേണമെന്നാണ്. അപ്പോൾ വേണ്ട ശീലങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? എത്ര ആൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ഒന്ന് കണക്കാക്കി നോക്കൂ. 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം എന്നാണ് ഏറ്റവും ചുരുക്കമാണത്. പോരാ ശരിക്കും. അങ്ങനെ 12 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടേ ഒരു പകൽ? ആരെങ്കിലും ചെയ്യണുണ്ടോ? അതുകൊണ്ടാണ് കിഡ്നി സ്റ്റോണും അതും ഇതൊക്കെ. അപ്പോൾ വേണ്ടത് നമ്മൾ ശീലിക്കണമില്ല, വേണ്ടാത്തത് നമ്മൾ ശീലിക്കുന്നുമുണ്ട്. അത് 2 കാരണം കൊണ്ടാണ് അത്രേ അധികം രോഗങ്ങൾ വരിക. അപ്പോൾ ഇന്ദ്രിയാണി, ആ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുക, വേണ്ടാത്ത വിഷയത്തിൽ ആകർഷണം കൊടുക്കാതെ ഇരുന്ന് ശീലിക്കുക. കൊടുത്ത് ശീലിപ്പിക്കരുത്. കൊടുത്താൽ വേണം എന്ന് പറയും ഉറപ്പാണ്. ഇന്ദ്രിയാണി വിഷയാത്, വിഷയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിന് ചെവിക്ക് ശ്രവണമാണ് വിഷയം, നാവിന് എന്തെങ്കിലും കഴിക്കലാണ് വിഷയം, ത്വക്കിന് സ്പർശമാണ് വിഷയം. അങ്ങനെ വിഷയാത് അപഹരിച്ച് ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട്, വിടർത്തിക്കൊണ്ട്, വേറെയാക്കിക്കൊണ്ട്, ബന്ധമില്ലാണ്ടാക്കിക്കൊണ്ട്, ഛേദിച്ചിട്ട് ഞാൻ എന്തു ചെയ്യാം? ആത്മകേ ഭവതുപാസനോന്മുഖ, അങ്ങയുടെ ഉപാസനത്തിന് ഉതകുന്ന വിധം ആക്കിക്കൊള്ളാം. ചില ശ്ലോകങ്ങളാണ് പറഞ്ഞാൽ നമ്മൾ സമയത്തിൽ ഒതുങ്ങില്ല, ചിലത് വേഗം പോവുകയും ചെയ്യും. ഈ നാരായണീയത്തിന് ഈ പ്രൊപ്പോർഷൻ ബാധകമല്ല, സമയം നോക്കി പറയാൻ പറ്റില്ല നാരായണീയ വിഷയങ്ങളൊന്നും. പലതും അങ്ങനെയാണ്. ആത്മീയത്തിൽ പലതും ഓരോ ശ്ലോകത്തിന് ഇത്ര സമയം എന്നൊന്നും കണക്കാക്കാൻ പറ്റില്ല. ചിലതിന് വളരെ അധികം എടുക്കും, ഇരട്ടി സമയം എടുക്കും, ചിലതിന് പകുതി എടുക്കുള്ളൂ. അത് അതിൻ്റെ ആ ഒരു പറയേണ്ട വിഷയത്തിനനുസരിച്ചാണ് ഇരിക്കുക. വലിയ വൃത്തമൊക്കെയാണെന്ന് വെച്ചാൽ നല്ല സമയമെടുക്കും. ചിലത് വൃത്തം ചെറുതായാലും ഇതാപ്പം എത്ര സമയമെടുത്തു. എന്തായാലും പ്രാണായാമം. പിന്നെ ഇന്ദ്രിയാണി വിഷയാത്, വിഷയങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അപഹൃത്യ, പിന്തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മകേ ഭവതുപാസനോന്മുഖ, ഭഗവാനെ ഉപാസിക്കാൻ അനുകൂലമാവുന്ന വിധത്തിലാക്കി തീർക്കുന്നു. അന താരമന്തരുന് ചിന്തസന്തതം പ്രാണവായും അഭിയമ്മ നിർമ്മല. പ്രാണായാമം, പ്രാണവായുവിനെ നിയന്ത്രിക്കാതെ പ്രാണായാമം ചെയ്തിട്ട് നിർമ്മലഹൃദയനായിക്കൊണ്ട് പ്രണവം ജപിക്കുകയും, ഒരു കാര്യം നിർമ്മലഹൃദയനായിക്കൊണ്ട് പ്രാണായാമം അനുഷ്ഠിച്ചുകൊണ്ട് പ്രണവം ജപിക്കുകയും. രണ്ടാമത് ഇന്ദ്രിയാണി വിഷയാ തഥാ പ്രകൃതി, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിച്ച് സർവേശ്വര അങ്ങയുടെ ഉപാസനയ്ക്ക് അനുകൂലമായ വിധത്തിൽ ഞാൻ ആക്കിക്കൊള്ളാം. അങ്ങനെ പ്രാണായാമവും പ്രത്യാഹാരവും. ഇപ്പം നേരത്തെ 3 പറഞ്ഞു, യമൻ, നിയമം, ആസനം. ഇപ്പം അതാ പറഞ്ഞു പ്രാണായാമം, പ്രത്യാഹാരം. ഇനി ധാരണ, ധ്യാനം, സമാധിയായാൽ അഷ്ടാംഗയോഗമായി. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമപിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാത് അപഹൃത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് എടുത്തിട്ട്, മാറ്റിയിട്ട് നിർത്തും. അപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.